സോ നമ്മൾ പറഞ്ഞിരുന്നു ഈ മൈക്രോ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ആൻഡ് ഫംഗൈനെയൊക്കെ ഗ്രോ ചെയ്യിക്കാൻ പറ്റും. ഒരു ന്യൂട്രിയൻ മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഗ്രോ ചെയ്ത് കൾച്ചർ പ്ലേറ്റുകൾ. സോ ഇതാണ് ആ കൾച്ചർ പ്ലേറ്റുകൾ കൊടുത്തിരിക്കുന്നത്. സോ പെട്രി ഡിഷ് അല്ലെങ്കിൽ പെട്രി പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു കൾച്ചർ പ്ലേറ്റ് ആണിത്. സോ ഇതിലാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യുന്നത്. സോ ബാക്ടീരിയനെയും ഇതുപോലെ ഫംഗൈനെയും ഗ്രോ ചെയ്തിട്ട് അത് ഗ്രോ ചെയ്ത് കാണിക്കുന്ന കോളനികളാണിത്. സോ ഇത് ആദ്യത്തെ പിക്ചറിൽ കാണിക്കുന്നത് കോളനീസ് ഓഫ് ബാക്ടീരിയ. സോ പെട്രി ഡിഷിൽ അല്ലെങ്കിൽ പെട്രി പ്ലേറ്റിൽ കാണുന്ന ബാക്ടീരിയൽ കോളനീസ് ആണ് ഈ കാണിച്ചിട്ടുള്ള ഈ റൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. സോ ബാക്ടീരിയയുടെ ഗ്രോത്ത് നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഒരുപാട് ബാക്ടീരിയൽ കോളനീസ് നമുക്ക് ഇതുപോലെ പെട്രി ഡിഷിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പം നമുക്ക് ഈ പെട്രി ഡിഷിൽ ന്യൂട്രിയൻ മീഡിയ കൊടുത്തത് കൊണ്ടാണ് ആ ബാക്ടീരിയയ്ക്ക് ഇതുപോലെ ഇത്രയും അധികം കോളനീസായിട്ട് വളരാൻ പറ്റിയത്. അതുപോലെ തന്നെ ഫംഗസിൻ്റെയാണ് കാണിച്ചിരിക്കുന്നത്. ഫംഗൽ കോളനിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ഗ്രീൻ കളറായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫംഗൽ കോളനി പെട്രി ഡിഷിൽ ഇതുപോലെ ന്യൂട്രിയൻ മീഡിയ കൊടുത്തപ്പോൾ ഇതിൽ വളർന്നേക്കണ ഫംഗൽ കോളനിയാണ് കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ബാക്ടീരിയൽ കോളനിയും ഫംഗൽ കോളനിയും എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഗ്രോത്തും ഫംഗസിൻ്റെ ഗ്രോത്തുമാണ് കാണിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കൾച്ചർ പ്ലേറ്റുകളൊക്കെ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ കൾച്ചർ പ്ലേറ്റുകളാണ്. ഈ കൾച്ചറുകളൊക്കെ നമുക്ക് ഈ പറഞ്ഞ ബാക്ടീരിയ എന്ന മൈക്രോ ഓർഗാനിസത്തിനെയും ഫംഗൈ എന്നതിൻ്റെയൊക്കെ നമുക്ക് അവരെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സോ ഇത് ബാക്ടീരിയൽ കോളനി, ഇത് ഫംഗൽ കോളനി.